യുഖീമു ഖലീലൻ ഇൻദഹും സുമ്മ യർഹലൂ. മോനെ തസവ്വദ്, നീ സമ്പാദിച്ചോ. ഖലീലൻ മിൻ ഫിആലിക, എടാ നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രദേശന സ്നേഹിതന്മാർ നീ സംഘടിപ്പിച്ചോ. അല അറിയണേ, ഇന്നമൽ ഇൻസാൻ, ഏത് മനുഷ്യന്മാരോ ലൈഫുൽ അഹ്ലിഹി, മണിയറയിൽ മണവാട്ടിയോട് കൂടെ ജീവിക്കുന്ന മണവാളന് നീ മണവാട്ടിയുടെ മുമ്പിൽ ഗസ്റ്റാണ് കേട്ടോ. എപ്പോഴാണ് നിനക്ക് അറ്റാക്ക് വരിക എന്നറിയില്ല, എപ്പോഴാണ് നിന്നെ ക്യാൻസർ പിടികൂടുക എന്നറിയില്ല, എപ്പോഴാണ് നിന്റെ കിഡ്നി പോവുക എന്നറിയില്ല, എപ്പോഴാണ് നിനക്ക് രക്താർബുദം പിടിപെടുക എന്നറിയില്ല, എപ്പോഴാണ് നിനക്ക് ട്യൂമർ ബാധിക്കുക എന്നറിയില്ല. ഇനി ഒരു അസുഖമില്ലാതെ തന്നെ പെട്ടെന്ന് നീ സമയമായാൽ തളർന്നു വീണ് മരിക്കൽ എപ്പോഴാന്ന് അറിയില്ല. അങ്ങനെ നീ മരിച്ചങ്ങ് പോയാ, ഇവിടെ വാപ്പന്റെ മുമ്പിൽ മകന് അതിഥിയാണ്, മകന്റെ മുമ്പിൽ ഉപ്പയും ഗസ്റ്റാണ്, ഉമ്മയുടെ മുമ്പിൽ മകള് അതിഥിയാണ്, മകളുടെ മുമ്പിൽ ഉമ്മയും വിരുന്നുകാരിയാണ്. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ എന്നൊന്നും ജീവിക്കുന്നവരല്ല, പരസ്പരം അതിഥികളാണ്. മൗത്തോടെ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് ജീവിതം മാറ്റപ്പെടുന്നവനെ, നിനക്ക് മണ്ണറയിലും വേണ്ടേ സഖി, നിനക്ക് മണ്ണറയിലും വേണ്ടേ വിരുന്നുകാരന്, നിനക്ക് മണ്ണറയിലും വേണ്ടേ കൂട്ടുകാര്, നിനക്ക് മണ്ണറയിലും വേണ്ടേ ജ്യൂസ്, നിനക്ക് മണ്ണറയിലും വേണ്ടേ സുഭിക്ഷമായി കഴിക്കാൻ, നിനക്ക് മണ്ണറയിലും വേണ്ടേ മനോഹരമായ കാഴ്ചകള്. അതിന് പണ്ഡിതന്മാര് പറയുന്നു, നീ ക്ഷണികമായ പ്രാപഞ്ചിക ജീവിതത്തിൽ മണ്ണറയിലുള്ള സഖിമാർക്ക് വേണ്ടി, മണവാട്ടികൾക്ക് വേണ്ടി ഇബാദത്ത് അധികരിപ്പിച്ചോ. സുബ്ഹാനല്ലാഹ്. ചില ആളുകളൊക്കെ മണ്ണറയിൽ കൊണ്ടുപോയി വെക്കപ്പെടുമ്പോൾ മണ്ണറ അവർക്ക് മുമ്പിൽ മണിയറയേക്കാൾ സന്തോഷമാവുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിന്റെ പട്ടുകൾ കൊടുന്നുകൊണ്ട് മണ്ണറയിൽ വിരിക്കുകയാണ്, സ്വർഗത്തിലെ ചെടികൾ കൊണ്ടുവന്നുകൊണ്ട് മലക്കുകൾ മണ്ണറയിൽ വെക്കുകയാണ്. കണ്ണെത്താ ദൂരത്തേക്ക് മണ്ണറ പ്രവിശാലമാവുകയാണ്. ഇത് ദുന്യാവിലുള്ള മണിയറയെ നാണിപ്പിക്കുന്ന, അതിനെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന സുഖമാണല്ലോ അല്ലാഹ് എന്ന് ഈ മയ്യത്ത് സന്തോഷത്തോടെ പടച്ചവന് അൽഹംദുലില്ലാഹ് ചൊല്ലി മണ്ണറയിലെത്തി അല്ലാഹു നൽകുന്ന അനുഗ്രഹത്തിന്റെ പറുദീസയിൽ രാജപ്രഭുവിനെ പോലെ പുഞ്ചിരിക്കുമ്പോൾ അവന്റെ മുമ്പിലതാ നല്ല നല്ല മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. തലഭാഗത്ത് മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്, കാൽഭാഗത്ത് മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഖബറിന്റെ മൊത്തം ഭാഗങ്ങളിൽ അവനെ സന്തോഷിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ മണ്ണറയിൽ അതാ ജീവിതം മണ്ണറയിലേക്ക് മാറ്റപ്പെട്ട ഈ ദുന്യാവിൽ നിന്ന് തിരോധാനം സംഭവിച്ചുകൊണ്ട് പടച്ചവന്റെ മണ്ണറയിൽ എത്തിയിട്ടുള്ള മയ്യിത്ത് പറയുന്നു, നിങ്ങളൊക്കെ ആരാ? ഞാൻ എന്റെ ചെറിയ മോനെ ഇവിടെ കാണുന്നില്ലല്ലോ, എന്റെ മോളെ ഇവിടെ കാണുന്നില്ലല്ലോ, എന്റെ ഭാര്യ ഇവിടെ കാണുന്നില്ലല്ലോ. പക്ഷെ അവരെയൊന്നും എനിക്ക് ഓർമ്മയില്ലാത്ത വിധോ അവരെക്കാൾ എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന നിങ്ങളൊക്കെ ആരാ എന്ന് മണ്ണറയിൽ വെച്ച് മയ്യിത്ത് ചോദിക്കുമ്പോൾ ആ മണ്ണറയിൽ പ്രത്യക്ഷപ്പെട്ട മനോഹരമായ ശരീരങ്ങള്, മനോഹരമായ രൂപങ്ങള് ഇവനോട് പറയുന്നതോ, ഞങ്ങളെ നീ അറിയില്ലേ? നീ പാരായണം ചെയ്ത പരിശുദ്ധമായ ഖുർആനില്ലേ, നീ മഗ്രിബ് ഇശായുടെ ഇടയിൽ ഓതിയ വഖഅത്തിൻ തബാറക്കയില്ലേ, നീ മുത്തുനബിയുടെ മേൽ ചൊല്ലിയ സ്വലാത്തില്ലേ, നീ പഠിച്ച ഇൽമില്ലേ, നീ പറഞ്ഞ ഇൽമില്ലേ, രാത്രിയിൽ അധ്വാനിച്ചുകൊണ്ട് ഉറക്കൊഴിച്ചുകൊണ്ട് വാതിന് വേണ്ടി നാട് നീളെ ഓടി നടന്ന് നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് ഉറക്കൊഴിച്ച ആ അമലില്ലേ,
മദ്രസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പൊന്നുമക്കള് പാട്ടയുമായി വന്നപ്പോൾ, പൊന്നുമക്കള് പാത്രവുമായി സമീപിച്ചപ്പോൾ, ഇത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ, ഹൗലിന് വേണ്ടിയാ, മദ്രസക്ക് വേണ്ടിയാ, ഇൽമിന് വേണ്ടിയാ എന്ന് ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ് തീരുമാനിച്ചുകൊണ്ട് കാതിൽ നിന്ന് ചിറ്റ പറിച്ചു കൊടുത്ത പെങ്ങളില്ലേ, കയ്യിൽ നിന്ന് വള പൊട്ടിച്ചു കൊടുത്ത പെങ്ങളില്ലേ, പോക്കറ്റിൽ നിന്ന് 1000, 2000, 10,000 പടച്ചവന്റെ ദീനിന് വേണ്ടി മടിയില്ലാതെ കൊടുത്ത പണക്കാരില്ലേ, അവരോട് മണ്ണറയിൽ പ്രത്യക്ഷപ്പെട്ട നല്ല നല്ല രൂപങ്ങൾ പറയോ, ഞങ്ങൾ നീ കൊടുത്ത സ്വതക്കയാ, ഹദിയയാ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ കേട്ടു പാട്ടപ്പിരിവ് നടന്ന സമയത്ത് അതിൽ സ്വർണം വരെ ഊരിക്കൊടുത്ത പ്രിയപ്പെട്ട ആളുകളെ കുറിച്ച്. അവരാണുങ്ങളാ പെണ്ണുങ്ങളാ എന്ന് പോലും സംഘാടകർക്ക് അറിയില്ല, കാരണം പേരും പറഞ്ഞിട്ടില്ല, നാടും പറഞ്ഞിട്ടില്ല. അതൊക്കെ ആ മണ്ണറയിൽ കിടക്കുമ്പോഴുള്ള ജീവിതം സന്തോഷമാവണം എന്നാഗ്രഹിച്ചിട്ടാ. അല്ലാഹുവേ, നീ അവർക്കൊക്കെ സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. കൂട്ടത്തിൽ ഞാൻ ഇടയിലൊന്ന് പറയുന്നു, ഞാൻ മണ്ണറയിലെ അനുഭവത്തിലേക്ക് ഇറങ്ങുന്നുള്ളൂ, ഇടയിൽ പറയുന്നു. ഇന്ന് എന്റെ വിഷയം മണ്ണറയിൽ, മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക്. ഈ മണ്ണറ മണിയറയേക്കാൾ സന്തോഷമാവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിനക്ക് പറ്റുന്ന ഏറ്റവും നല്ല അമല്, അതിനു വേണ്ടി ചെയ്യാവുന്ന ഭൂമിയിലെ ഏറ്റവും നല്ല അമല്, ഖുർആനും ഹദീസും പഠിപ്പിച്ച അമല്, നന്മക്ക് വേണ്ടി അല്ലാഹു നൽകിയിട്ടുള്ള സമ്പത്ത് കൊടുക്കലാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. യാതൊരു സംശയവും വേണ്ട, അത് മണ്ണറയെ വളരെ സന്തോഷത്തോടു കൂടി സുഖിക്കുന്നതാണ്. മണ്ണറയിൽ കിടക്കുന്ന മയ്യത്തിനെ വളരെ സന്തോഷിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതുമാണ്. ആ കാര്യത്തിൽ പ്രമാണം പറഞ്ഞവർക്ക് പക്ഷാന്തരമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താ മണ്ണറ? ഞാൻ 1-2 അനുഭവങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ എന്റെ കൂടെ തന്നെ വരണം. എന്താണ് ആദ്യത്തെ അനുഭവം? ഒരുപാട് അനുഭവങ്ങളുണ്ട്. മണിയറയിൽ നമ്മുടെ അനുഭവം എന്താ? മണിയറയിൽ നമ്മുടെ അനുഭവം മണവാട്ടി പാല് കൊണ്ടുവരും. ഇപ്പൊ പാല് അവിടെ നിന്നല്ല, മണ്ഡപത്തിൽ തന്നെ ഒന്നായിട്ട് കൊടുക്കുന്ന കാലം. ഇവിടൊക്കെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടൊക്കെ അങ്ങനെ ഉണ്ടോ? മണ്ഡപത്തിൽ വെച്ചിട്ട് പുതിയാപ്പിള പുതിയങ്ങനെ പാല് കുടിച്ചിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ സംസ്കാരം ഉണ്ടോ? പഠിച്ചോനെ, ഞങ്ങള് മലപ്പുറം ജില്ലയിലൊക്കെ പലയിടത്തും അങ്ങനെ. ഇപ്പൊ പെണ്ണ് കല്യാണപ്പന്തലിന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് പൂരത്തിന് ആന പോണ മാതിരി. നെറ്റിപ്പട്ടൊക്കെ കെട്ടി എല്ലാരെയും അടിക്കൂടെ ഇങ്ങനെ കയ്യൊക്കെ കാണിച്ച് ഇങ്ങനെ ഞാൻ പോകണമെന്നൊക്കെ പറഞ്ഞ്, അപ്പൊ സ്കൂളിലൊപ്പം പഠിച്ചവർക്ക് മൊബൈൽ ഇങ്ങനെ പകർത്തി പിന്നെ പൊരയെ കൊണ്ടിട്ട് വരും ചിന്തിക്കാം, അവളെ തട്ടിക്കൊണ്ടപ്പോ എന്താ മാറുന്നത്? ചെറുക്കിറങ്ങണത് ഒരു പുതിയാപ്പിള ഇറങ്ങുന്നത് ബദർക്ക് അബൂജാഹിലും ഒന്നായിട്ട് ആഭാസം. ഏതായാലും ഞാൻ എന്റെ വിഷയപ്പാടില്ലാത്ത അങ്ങോട്ട് കടക്കുന്നില്ല. മണിയറയിൽ മണവാട്ടിയുടെ അല്ലേ, മണവാട്ടി ആദ്യം പോയിട്ടിരിക്കണമെന്നോ മണിയറയിൽ, അല്ലാതെ ഇരുന്ന വിരോധം ഉണ്ടായിട്ടല്ല. ഇസ്ലാമിൽ എന്താ എത്ര മനഃശാസ്ത്രപരമായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആദ്യം മണവാട്ടി എന്തിനാ മണിയറയിൽ പോയിരിക്കണം എന്ന് പറഞ്ഞത്? ഇവൾക്കൊരു തയ്യാറെടുപ്പിനാണ് അല്ലെ, വരാൻ പോണ ആളെന്ന് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ്, മാനസികമായി തയ്യാറെടുപ്പ് വേണ്ടേ അല്ലെ? ഭർത്താവ് എത്തുന്നതിനും ഈ പെണ്ണ് ഒറ്റക്ക് അവിടെ പോയിരുന്നാൽ ഇങ്ങനെ തീരുമാനിക്കാം, വന്നാൽ എന്ത് അപ്പൊ അങ്ങനെ കിട്ടും, അപ്പൊ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളൊരു തീരുമാനം. വേറെ ഭർത്താവിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇവൻ ആദ്യം തന്നെ പോയിരുന്നു അല്ലേ, ഭയങ്കര തടി ഉണ്ടാവും, തിന്നിട്ട് ശവായും സാറുമൊക്കെ കൂടി തിന്നിട്ട് വേറൊക്കെ പഴയ പള്ളിന്റെ മിഹ്റാബിന്റെ വലിപ്പുണ്ടാവും. എന്നിട്ട് മണിയറയിലൊക്കെ ആദ്യം തന്നെ പോയിരുന്ന് ആ കോംപ്രമൈസൊക്കെ പിരിച്ചിട്ട് കാൽമക്കാലം വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അവളിങ്ങനെ കൊഴിഞ്ഞ മനസ്സിൽ ബദരീങ്ങളെ ഇന്നാലില്ലാന്ന് ഒറ്റ ഓട്ടാണ് കയറി. പിന്നെ മണിയറയിൽ കാള കിട്ടുക. ആ മണിയറയിൽ ഒത്തിരി അനുഭവങ്ങളാണ്. മണവാട്ടിയുടെ സ്പർശനം, മണവാട്ടിയോടുള്ള കുശലം, അവളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കുക, കുടിച്ചതിന് ബാക്കി അങ്ങോട്ട് കൊടുക്കുക. ഇതൊക്കെ ആദ്യ രാത്രിയിൽ അനുഭവിച്ചവരാണ് ഈ സദസ്സിൽ പങ്കെടുത്ത ഏറിയ കൂറും എന്റെ പ്രിയപ്പെട്ട സഹൃദയരായ ശ്രോതാക്കൾ എനിക്കറിയാം. പക്ഷേ ഈ മണിയറയിൽ നിന്നും മണ്ണറയിൽ കൊണ്ടെത്തിയ പാലില്ല, മണവാട്ടിയില്ല, വേറെ പുഴുക്കളാണ്. ചിതലും പുഴേക്കളും താവളം പേരിത്തുണ്ടതിൽ സന്തോഷമാണവർക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ലറേഷൻ വേണ്ട പോലതിലുണ്ട്,
എനിക്കോ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദര, എന്നാൽ കടക്കോ നീ സുറൂറായി മറുകരാ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നീട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. മേടക്ക് പകരം മളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. മണവാട്ടില്ല, പാലില്ല, പിന്നെന്താ ഉള്ളത്?